തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ വന്ന് മദീനയിൽ എത്തിച്ചേർന്നപ്പോൾ ആദ്യമായി താമസിച്ചിടമാണ് മസ്ജിദ് ഖുബാഇന്റെ പരിസരം. അവിടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ ആദ്യത്തെ ഭവനം, പരിശുദ്ധ പള്ളി മസ്ജിദ് ഖുബാഇ സ്ഥാപിച്ചത്. പരിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗം അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ആദ്യമായി സ്ഥാപിക്കപ്പെട്ട തഖ്വയിൽ അധിഷ്ഠിതമായി തറ പണിത പരിശുദ്ധമായ മസ്ജിദ്, അവിടെയാണ് അങ്ങേക്ക് എപ്പോഴും നിൽക്കുവാൻ ഏറ്റവും ബന്ധപ്പെട്ടത്. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച ഈ ഒന്നാമത്തെ പള്ളി, തഖ്വയിൽ അധിഷ്ഠിതമായി സ്ഥാപിക്കപ്പെട്ട കേന്ദ്രം മസ്ജിദ് ഖുബാ ആകുന്നു എന്നാണ് ചരിത്രത്തിലെ കൂടുതൽ മഹാന്മാരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇമാം അഹ്മദ് മുസ്നദിലൊക്കെ അത് മദീനയിലെ മസ്ജിദു നബവിയാണ് ആ ഖുർആൻ ഭാഷ്യത്തിലെ ഉദ്ദേശമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാലും മസ്ജിദ് ഖുബാഇന്റെ പ്രത്യേകതയും ബഹുമതിയും വളരെ വലുതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ശനിയാഴ്ചയും ഇവിടെ പ്രത്യേകമായി കാൽനടയായും വാഹനത്തിലും വന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു. ഖുബാ മസ്ജിദിലെ 2 റക്അത്ത് നമസ്കാരത്തിന്റെ മഹത്വം വളരെ പ്രസിദ്ധമാണ്. ഒരു ഉംറയുടെ പ്രതിഫലം ലഭിക്കുന്ന 2 റക്അത്ത് എന്നാണ് മസ്ജിദ് ഖുബാഇലെ നമസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരുൾ ചെയ്തത്.